ഇടവേള കഴിഞ്ഞ് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ വാർത്തയിലേക്കാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ മീഡിയ വണ്ണിലൂടെ തന്നെ ആ റിപ്പോർട്ടുകൾ പലതവണ കണ്ടു കാണും. എന്തിനു വേണ്ടിയാണ് സംഘർഷം എന്നുള്ളത്? അതായത് രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷത്തിന്റെ പുതിയ വേദിയായി മാറിയിരിക്കുകയാണ് തായ്ലൻഡ് കംബോഡിയ യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, അത് സംഘർഷമാണ്. ഇസ്രായേൽ ഒപ്പം തന്നെ ഗസ, ഇസ്രായേൽ, ഇറാൻ, യുക്രൈൻ, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ സംഘർഷങ്ങൾ തൽക്കാലം അടങ്ങി നിൽക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ കംബോഡിയയും തായ്ലൻഡും സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഇരു രാജ്യങ്ങളും വെടിവെപ്പിലേക്ക് കടന്നതോടെ ഇരുപക്ഷത്തുമായി സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ടൂറിസം രംഗത്ത് ഏഷ്യയിലെ സുപ്രധാന രാജ്യങ്ങളാണ് കംബോഡിയയും ഒപ്പം തന്നെ തായ്ലൻഡും. സംഘർഷം ഈ മേഖലയിലെ ടൂറിസത്തെയും ഉലച്ചിട്ടുണ്ട്. കംബോഡിയയും തായ്ലൻഡും തമ്മിൽ പങ്കിടുന്ന 817 കിലോമീറ്റർ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ഏറെ പഴക്കമുണ്ട്. ആ തർക്ക ചരിത്രത്തിലെ ഏറ്റവും പുതിയ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അതിർത്തി ഭൂപടങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇവർക്കിടയിലുള്ളത്. അതിർത്തി പ്രദേശങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ പരസ്പരം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. 2008-നും 2011-നും ഇടയിലാണ് അയൽക്കാർ തമ്മിൽ അവസാനമായി വലിയ ഏറ്റുമുട്ടലുകൾ നടന്നത്. നമുക്ക് ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയാം. എന്താണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമെന്ന്? അവകാശവാദവുമായി ഇരു രാജ്യങ്ങളും, അതായത് അവരുടെ പ്രധാനമായ അവകാശവാദം തായ് സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം കംബോഡിയൻ സൈന്യം ഡ്രോണുകൾ വിന്യസിപ്പിച്ചപ്പോഴാണ് ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഈ സംഘർഷം പരിഹരിക്കാൻ തായ് സൈന്യം ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. വൈകാതെ വെടിവെപ്പ് ആരംഭിച്ചു. കംബോഡിയൻ സൈന്യത്തിന്റെ പ്രകോപനത്തെ തുടർന്ന് സൈന്യം സ്വയം പ്രതിരോധിക്കുകയാണ് ഉണ്ടായതെന്നാണ് തായ്ലൻഡ് സൈന്യ മേധാവി പറയുന്നത്. തായ്ലൻഡ് തങ്ങളുടെ പരമാധികാരം ലംഘിച്ച സാഹചര്യത്തിലാണ് പ്രതിരോധിച്ചതെന്നാണ് കംബോഡിയയും അവകാശവാദം ഉന്നയിക്കുന്നത്. കൊളോണിയൽ കാലഘട്ടം മുതലുള്ള അതിർത്തി നിർണയത്തിലെ തർക്കമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക്, പ്രശ്നങ്ങൾക്ക് തുടക്കമാകാൻ കാരണം. തർക്കപരിഹാരത്തിന്റെ ഭാഗമായി, അതായത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ 1962 അന്താരാഷ്ട്ര നീതിന്യായ കോടതി കംബോഡിയയ്ക്ക് അനുകൂലമായി വിധി പറഞ്ഞിരുന്നു. പ്രത്യേക ഭൂപടം പോലുമില്ലായിരുന്ന തായ്ലൻഡ് അന്ന് സിയാം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെന്ന്. അതായത് 1907 ഫ്രഞ്ച് അധികൃതർ തയ്യാറാക്കിയ ഒരു ഭൂപടത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു കോടതിയുടെ നിർണായകമായ വിധി അന്ന് വന്നത്. അതിർത്തിയിൽ നിന്നടക്കം സൈന്യത്തെ പിൻവലിക്കാനും 1954 ശേഷം നീക്കം ചെയ്ത എല്ലാ പുരാവസ്തുക്കളും തിരികെ നൽകാനും തായ് സർക്കാരിന് നിർദ്ദേശം നൽകി. പ്രദേശത്തെ ഒരു ക്ഷേത്രത്തെ ഫ്രഞ്ച് സംരക്ഷിത കംബോഡിയയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഫ്രഞ്ച് അധികൃതർ തയ്യാറാക്കിയ ഭൂപടം തായ്ലൻഡ് അന്ന് അംഗീകരിക്കുകയും ചെയ്തു. 2013 കംബോഡിയയ്ക്ക് ക്ഷേത്രത്തിന് മാത്രമല്ല ചുറ്റുമുള്ള പ്രദേശത്തിനും പരമാധികാരമുണ്ട് എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വീണ്ടും വിധി പറയുകയാണ്. പ്രദേശത്തു നിന്നും തായ്ലൻഡ് സൈന്യത്തെ പിൻവലിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഫ്രാൻസിന്റെ അതിർത്തി നിർണയം എങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് 1863 കംബോഡിയയിൽ ഫ്രഞ്ച് സ്വാധീനം ശക്തമായ കാലം. ആ കാലത്തിനു ശേഷമാണ് അതിർത്തി നിർണയങ്ങൾ ഉണ്ടാകുന്നത്. അതിർത്തി നിർണയത്തിൽ തായ്ലൻഡുമായി 1904 മുതൽ 1907 വരെ നിരവധി ഉടമ്പടികളിൽ ഫ്രാൻസ് എത്തി. ഫ്രാൻസിൽ നിന്നുള്ളവരായിരുന്നു ഈ അതിർത്തി നിർണയം നടത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങളും അന്നും ചില തർക്കങ്ങളുമൊക്കെ ഉണ്ടായി. ഇവിടെ ഏറ്റുമുട്ടലിന്റെ കേന്ദ്ര ബിന്ദുവായി അറിയപ്പെടുന്നത് ഈ ക്ഷേത്രങ്ങളുടെ പേരിലാണ്. അതായത് 900 വർഷം പഴക്കമുള്ള പ്രിയവിഹാർ ക്ഷേത്രം കംബോഡിയയിലെ പർവ്വതനിരകളിൽ നിന്ന് 525 മീറ്റർ ഉയരമുള്ള ഒരു പാറക്കെട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കംബോഡിയക്കാർക്കും തായ് ജനതയ്ക്കും ഒരേപോലെ പ്രധാനമായ ക്ഷേത്രം ഖൈമർ സാമ്രാജ്യത്തിന് കീഴിൽ നിർമ്മിച്ചതാണ്. അതിനാൽ തന്നെ അരനൂറ്റാണ്ടിലേറെയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ മൂലസ്ഥാനം ഈ ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രമാണ് ടാ മുയാൻ തോമിലെ ക്ഷേത്രം എന്ന് പറയുന്നത്.
ടാമുയാൻ തോം ക്ഷേത്രത്തിന് സമീപമാണ് നിലവിൽ തർക്കം രൂക്ഷമായിരിക്കുന്നത്. ടാമുയാൻ തോം, ടാമുയൻ ടോട്ട് എന്നിവയാണ് പ്രദേശത്തെ പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിൽ ഒന്നിൽ ശിവലിംഗം ശ്രീകോവിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കംബോഡിയൻ സൈന്യം ക്ഷേത്രത്തിൽ അവരുടെ ദേശീയ ഗാനം ആലപിച്ചതായും റിപ്പോർട്ടുണ്ട്. അത് തായ് സൈനികരുമായുള്ള ഏറ്റുമുട്ടലിന് അന്ന് കാരണമായി. ഈ ഏറ്റുമുട്ടലൊക്കെ വലിയ രീതിയിൽ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക രംഗത്ത് വലിയ ആഘാതം ഇരു രാജ്യത്തും ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സംഘർഷത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും അതിർത്തി അടച്ചിരുന്നു. കംബോഡിയയുമായുള്ള തർക്കത്തെ തുടർന്ന് തായ്ലൻഡിന്റെ ടൂറിസം നേരിടുന്നത് വൻ തിരിച്ചടിയിലാണ്. ജൂണിൽ മാത്രം വലിയ ഇടിവ് സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായി. 2025 ജനുവരി മാത്രം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 4.66% വീഴ്ചയാണ് ഉണ്ടായത്. നമുക്കതും ഗ്രാഫിക്സിലൂടെ തന്നെ പരിശോധിക്കാം. അതായത് സഞ്ചാരികളുടെ എണ്ണം 1.75 കോടിയിൽ നിന്നും 1.66 കോടിയായി കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൽ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് 12.1%, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അടക്കം പോകുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വരുന്ന കുറവിന്റെ ശതമാനമാണ് ഈ കാണുന്നത്. ഒപ്പം തന്നെ ചൈനയിൽ നിന്ന് 41.94% ടൂറിസ്റ്റുകളുടെ വരവിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത്. തായ്ലൻഡിന്റെ GDPയിൽ 12% ടൂറിസം മേഖലയിൽ നിന്നാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. കംബോഡിയയ്ക്കും തിരിച്ചടി ഉണ്ട്. വെടിനിർത്തലിന് മുറവിളി കംബോഡിയയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഉടൻ വെടിനിർത്തൽ വേണമെന്ന ആവശ്യവുമായി കംബോഡിയ രംഗത്തെത്തിയിട്ടുണ്ട്. സംഘർഷം കനത്ത വെടിവെപ്പിലേക്കും വ്യോമ പോരാട്ടത്തിലേക്കും കടന്ന പശ്ചാത്തലത്തിലാണിത്. സംഘർഷം കംബോഡിയയുടെ ടൂറിസം മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. തായ്ലൻഡിനെ മാത്രമല്ല, അത് കംബോഡിയയും സാരമായി ബാധിച്ചു. സംഘർഷം നീണ്ടാൽ തായ്ലൻഡിനേക്കാൾ ഏറ്റവും അധികം ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം ബാധിക്കുക അത് കംബോഡിയ ആയിരിക്കുമെന്നാണ് രാജ്യത്തിന്റെ ടൂറിസം മേഖലയിൽ നിന്നുള്ള ഓപ്പറേറ്റർമാർ അല്ലെങ്കിൽ ആ വിദഗ്ധർ പറയുന്നത്. ഏതായാലും മറ്റൊരു യുദ്ധമുഖത്തേക്ക് ലോകം പോകുമോ, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും യുദ്ധം ലോകം കാണുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ UN അടക്കമുള്ള സംഘടനകൾക്കുള്ളത്. യുദ്ധം ഉണ്ടാക്കാവുന്ന വിനാശങ്ങൾ അത് എത്രത്തോളം അതിന്റെ ആഴം വലുതാണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്.